നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദർശനയ്ക്ക് നാണോ ഇല്ലേ? അല്പം മുമ്പ് വരെ നിന്നെ കൊല്ലണോന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്നതാ. അവളെ സഹായിക്കാൻ നീ ഇപ്പൊ മെനക്കെടേണ്ട കാര്യം എന്താ? അതുപോലെ തന്നെയാ പവിത്രൻ. പാല് കൊടുത്ത കൈക്കല്ലേ അവൻ കൊത്താൻ ശ്രമിച്ചത്. അന്നിവിടെ അവൻ കൊണ്ടുവച്ച സ്വർണം എക്സൈസുകാര് പിടിച്ചിരുന്നെങ്കി എന്താവുമായിരുന്നു സ്ഥിതി? എക്സൈസ് അല്ലമ്മേ, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇഡി. എന്തെങ്കിലും ആവട്ടെ, അവരേടത്തെയാണ് പിടിച്ചോണ്ട് പോയിരുന്നെങ്കി ഈ തറവാടിന്റെ സ്ഥിതി എന്താവുമായിരുന്നു? ഇപ്പൊ നീ പവിത്രൻ എവിടെയാന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. ഏടത്തിയെ കൊണ്ടുപോയിരുന്നെങ്കിലും ഇത് തന്നെ ആവുമായിരുന്നില്ലേ അവസ്ഥ? അല്ല അപ്പച്ചി, ഇത് തന്നെ ഞാനും ദർശനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. പവിത്രൻ അങ്കിൾ ചെയ്ത ചതി ഓർക്കുമ്പോ എനിക്കങ്ങ് ദേഷ്യം വരുമോ? എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ വിളിച്ചോണ്ടിരിക്കുക. അമ്മ പറഞ്ഞിട്ടാ ഇത്രയും ക്രൂരമായി ചതിച്ചിട്ടും അമ്മയ്ക്ക് ആങ്ങളെ തള്ളി പറയാൻ പറ്റുന്നില്ല. ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഞാൻ ഏടത്തിയോട് ചോദിക്കാം, ചേടാ ഈ പവി എന്ത് ചെയ്തിട്ടും എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും പിന്നെ ഏടത്തി ഇങ്ങനെ സഹനശക്തിയുടെ ഭൂമിയിലെ അവതാരമായിട്ട് നിന്നാ ഇനി ഏതാണ്ടൊക്കെ അനുഭവിക്കാനുണ്ടെന്നേ ഞാൻ പറയൂ. ഇന്നാള് മൊബൈലിൽ ഞാനൊരു വീഡിയോ കണ്ടു. കുടിച്ചിട്ട് വന്ന് പെറ്റ തള്ളെ കോടാലി കൈകൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു മോൻ. പോലീസ് വന്നപ്പോ എന്റെ മോനെതിരെ കേസെടുക്കല്ലേ, അവനൊന്നും ചെയ്തിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല, എന്റെ മോൻ എങ്ങനെ ചെയ്യുവോ എന്നൊക്കെ പറയുന്ന ഒരമ്മ. പോലീസുകാരെ മോൻ തല്ലുന്ന വീഡിയോ എടുത്തങ്ങ് കാണിച്ചു കൊടുത്തു. എന്നിട്ടും ആ അമ്മ പറയാ എന്റെ മോൻ എന്നെ തല്ലിയിട്ടില്ലെന്ന്. അതുപോലെ തന്നെയാ നിന്റെ അമ്മയും. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയാനാ? എന്ത് മറുപടി പറയാനാ?